ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു. സാപത്തിനെ കുറിച്ചുള്ള മനുഷ്യന്റെ ഭൗതിക കാഴ്ചപ്പാടുകളെ ക്രിസ്തു ഇവിടെ തിരുത്തുന്നു. ദൈവം വിശ്രമിക്കുന്നവനല്ല, മറിച്ച് നിരന്തരം ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നവനാണെന്ന് ദൈവിക ചൈതന്യത്തെയാണ് ഈ വചനം വെളിപ്പെടുത്തുന്നത്. പിതാവിന്റെ പ്രവൃത്തികളിലുള്ള ലൗകികമായ ആവിഷ്കരണമാണ് പുത്രൻ. പിതാവും പുത്രനും തമ്മിലുള്ള ആഴമായ ബന്ധമാണ് ആത്മീയതയുടെ ആധാരശില. പുത്രന് തനിയെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല, അവിടുന്ന് പിതാവ് ചെയ്യുന്നത് മാത്രം ചെയ്യുന്നു. ഈ സമർപ്പണത്തിന്റെ പൂർത്തിയാണ് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ ഏകത്വം കണ്ടെത്തേണ്ടത് സ്വന്തം ഇഷ്ടങ്ങളെയല്ല, മറിച്ച് ദൈവഹിതത്തോട് ചേർന്ന് നിൽക്കുന്നതിലാണ്. സ്വന്തം ഇഷ്ടം വെടിഞ്ഞ് ദൈവഹിതം തേടാം, അപ്പോഴാണ് നമ്മുടെ പ്രവൃത്തികളിലേക്ക് ജീവൻ ലഭിക്കുന്നത്. വചനമാകുന്ന അപ്പം നമ്മുടെ ഹൃദയങ്ങളെ ദൈവഹിതത്തോട് ചേർത്ത് നിർത്തട്ടെ.